പ്രകാശിക്കാൻ തുടങ്ങും മുൻപ് മങ്ങിപ്പോയൊരു നക്ഷത്രമാണെന്നാണ് മുൻപൊരിക്കൽ മഞ്ജു വാര്യരെ പറ്റി ലോഹിതദാസ് പറഞ്ഞത്. മീര ജാസ്മിൻ കഥാപാത്രങ്ങളുടെ വൈകാരികതയ്ക്കനുസരിച്ച് പെട്ടെന്ന് മാറുന്നയാളാണെന്നും ലോഹിതദാസ് പറഞ്ഞിരുന്നു. ഈ രണ്ട് താരങ്ങളെയും പറ്റി ലോഹിതദാസ് പറഞ്ഞ ഇക്കാര്യങ്ങളാണിപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാള സിനിമാ ലോകത്തിന് ലഭിച്ച രണ്ട് മികച്ച നടിമാരാണ് മഞ്ജു വാര്യരും മീര ജാസ്മിനും. മഞ്ജു വാര്യർക്ക് ശേഷം അത്രയും ശക്തമായ കഥാപാത്രങ്ങൾ കരിയറിൽ ലഭിച്ച നടി മീര ജാസ്മിനാണ്. മഞ്ജു സിനിമാ ലോകത്ത് നിന്നും വിട്ടുനിന്ന കാലത്ത് ഒരു പരിധിവരെ മഞ്ജുവിന്റെ ആ വിടവ് നികത്താൻ മീര ജാസ്മിന് സാധിച്ചുവെന്നാണ് സിനിമാ ആസ്വാദകർ അക്കാലത്ത് പറഞ്ഞിരുന്നത്. മഞ്ജുവിന് പകരക്കാരിയായാണ് പ്രഗത്ഭരായ പല സംവിധായകരും മീരയെ കണ്ടതും. അതുകൊണ്ട് തന്നെ ശക്തമായ കഥാപാത്രങ്ങൾ മീര ജാസ്മിനെ തേടി തുടരെ വന്നു. അക്കാലത്ത് മീര ജാസ്മിന് കരിയറിൽ ഗോഡ് ഫാദറായി നിന്നത് തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് ആണ്. ലോഹിതദാസിന്റെ സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര ജാസ്മിന് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് ലോഹിതദാസിന്റെ തന്നെ കസ്തൂരിമാൻ എന്ന സിനിമയിലും മീര അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു. മഞ്ജു വാര്യരാകട്ടെ ആദ്യ സിനിമ ലോഹിതദാസിനൊപ്പം അല്ല എങ്കിലും കരിയറിലെ രണ്ടാമത്തെ ചിത്രം സല്ലാപത്തിന് തിരക്കഥ എഴുതിയത് അദ്ദേഹമായിരുന്നു. മഞ്ജുവിനെയും മീര ജാസ്മിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ലോഹിതദാസ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രകാശിക്കും മുൻപ് മങ്ങിപ്പോയ നക്ഷത്രം പോലെയാണ് മഞ്ജുവിനെ തനിക്ക് തോന്നുന്നത്. മീര കഥാപാത്രങ്ങളുടെ ഇമോഷനിലേക്ക് പെട്ടെന്ന് സഞ്ചരിച്ചു കയറാൻ കഴിയുന്ന കുട്ടിയാണ്. കഥാപാത്രത്തിന്റെ ഇമോഷൻ സ്വന്തം ഇമോഷനായി കാണാനുള്ള ശേഷിയുണ്ട് ആ കുട്ടിക്ക്. സ്വന്തം ഇമോഷനായി മാറുമ്പോൾ അവൾ റിയലായിട്ട് ഇമോട്ട് ചെയ്യുമെന്നാണ് ലോഹിതദാസ് പറഞ്ഞത്. മഞ്ജുവും മീരയും തമ്മിലുള്ള വ്യത്യാസം, മീര കുറെ കൂടി ഫെമിനിൻ ആണെന്നും മഞ്ജു അത്ര ഫെമിനിൻ അല്ല എന്നും ഫെമിനിൻ ആകുന്ന ഒരു പ്ലസ് പോയിന്റ് ആകാമെന്നും ലോഹിതദാസ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ദിലീപ് തനിക്ക് അനുജനെ പോലെയാണെന്നും ലോഹിതദാസ് എന്ന് പറഞ്ഞു. അതേസമയം മീര ജാസ്മിന്റെ കരിയറിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ വ്യക്തിയാണ് ലോഹിതദാസ്. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ മീര ജാസ്മിൻ തന്നെ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. വലിയ ഗോഡ് ഫാദർ ആണ്, എന്ത് പറഞ്ഞാലും ലോഹി അങ്കിൾ എന്നൊക്കെ ഓരോരുത്തർ തന്നെ പറ്റി പറയുമായിരുന്നു. എന്ത് പറഞ്ഞാലും തനിക്ക് ലോഹി അങ്കിൾ തന്നെയാണ്. തനിക്ക് എന്തെങ്കിലും നല്ല കാര്യം വന്നാൽ പോലും അദ്ദേഹത്തെയാണ് ഓർക്കുന്നത്. നല്ല രീതിയിൽ ഗുരുവും ശിഷ്യയും ഉള്ളതിന്റെ ഉദാഹരണമാണ് ലോഹിതദാസും താനുമെന്നാണ് മീര ജാസ്മിൻ ലോഹിതദാസിനെ പറ്റി പറഞ്ഞത്. അത് താൻ അഭിമാനത്തോടെ തന്നെ പറയുമെന്നും മീര ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമാ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് അപകട സാധ്യതകൾ ഉണ്ടെന്നും അന്ന് മീര ജാസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു. പല സന്ദർഭങ്ങളിലും താൻ ചെന്നുപെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ശക്തി പകർന്നു തന്നത് ലോഹിതദാസ് ആണെന്നും മീര ജാസ്മിൻ പറഞ്ഞു. സിനിമയിൽ പേരും പ്രശസ്തിയും ലഭിക്കും, വലിയ നടന്മാർക്കൊപ്പവും അഭിനയിക്കും. അവർ ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു, അവരെന്ത് കരുതും എന്ന് കരുതി മദ്യപിച്ചാൽ നാളെ ഒരു മോശ സമയം വരുമ്പോഴും മദ്യത്തെ ആയിരിക്കും ആശ്രയിക്കുകയെന്ന് ലോഹിതദാസ് തന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്നും മീര ജാസ്മിൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. സിനിമാ ജീവിതത്തിൽ ഇടവേളയെടുത്ത ഇരു താരങ്ങളും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ്. മീര ജാസ്മിനേക്കാൾ സജീവമായ മഞ്ജു വാര്യർ മലയാളത്തിന് പുറമെ തമിഴിലും മികച്ച സിനിമകളുടെ ഭാഗമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.